ഖബറിലും നാളെ മഹ്ശറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഹിസാബിടുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാം ആരാണ്, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുന്നത് പോലെ നാളെ ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നതും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചോദിക്കപ്പെടുന്നതും ഇതെല്ലാത്തിനും ശേഷവും നമസ്കാരമാണ്. ഖബറിൽ ചോദ്യോത്തരങ്ങൾ പോലെയല്ല നാളെ മഹ്ശറയുണ്ടാവുക. അതെല്ലാം വ്യത്യസ്തമായ കോലമാണ്. അതുകൊണ്ടല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യന് മരണമെത്തി കഴിയുമ്പോൾ അവൻ ചിന്തിക്കുമത്രേ എത്ര വലിയ വേദനയാണ്, എത്ര വലിയ പ്രയാസമാണ്, എത്ര വലിയ നൊമ്പരമാ ഈ മരണത്തിന്റെ വേദന. അതുമായി ബന്ധപ്പെട്ടതായ രംഗങ്ങൾ, അസ്റായീൽ അലൈഹിസ്സലാം ആത്മാവ് പിടിക്കാൻ വരുന്നതാകുന്ന രംഗങ്ങൾ എത്ര വലിയ പ്രയാസമാണ്. അതിനുശേഷം ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് അവൻ ചെല്ലുമ്പോ ആ ഖബറിലെ ചോദ്യോത്തരങ്ങൾ കാണുമ്പോ എല്ലാത്തിനും ശേഷം വീണ്ടും അവനോട് ചോദിക്കുകയാണ്, നിന്റെ നമസ്കാരം എവിടെ, നമസ്കാരത്തെ പറ്റി ഖബറിൽ ചോദ്യോത്തരങ്ങൾ ഇടപെടുമ്പോ, നിന്റെ അമലുകളെ പറ്റി ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോ അപ്പോൾ അവൻ കരുതുകയാണ്, അല്ലാഹ് എത്ര വലിയ വേദനയാണ്, എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഈ ഹിസാബിടൽ. യാ അല്ലാഹ്, മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർത്ത് നോക്കുമ്പോ വളരെ കുറവായിരുന്നല്ലോ അല്ലാഹ്, എത്രമേൽ നിസ്സാരമായിരുന്നു അല്ലാഹ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവൻ കരുതുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. തീർന്നില്ല. ഖബറിൽ നിന്ന് ഖബർ പിളർന്ന നാളെ മഹ്ശറിലേക്ക് എത്തിപ്പെടുമ്പോ അതിന്റെ ഭീകരതകൾ അവന് കാണുമ്പോ അവൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹ് എത്ര വലിയ ബുദ്ധിമുട്ടാണ് അല്ലാഹ്. മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർക്കുമ്പോൾ എത്ര നിസ്സാരമായിരുന്നു അല്ലാഹ്. മരണത്തിന്റെ വേദന മാത്രമല്ല, ഖബറിലേതാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഖബറിലെ ഇടുക്കവും ഖബറിലെ ഞെരുക്കവും ഖബറിലെ അദാബുകളും ഖബറിലെ ചോദ്യോത്തരങ്ങളുമെല്ലാം ഈ ആഖിറത്തിലെ ഹിസാബിലേക്ക് ചേർത്ത് നോക്കുമ്പോ എത്ര എളുപ്പമായിരുന്നു അല്ലാഹ്. ഇത് പറയാതെ ഒരു മുഅ്മിനും പോകുകയില്ല, ഒരു മുഅ്മിനും എത്തുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നമ്മളെല്ലാവരും അത് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഈ ദുനിയാവിൽ ശരിക്കും അമൽ ചെയ്തോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമാ. സഹാബ, മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അവന് ദുഃഖമാണ്. അവൻ കരയുമേ, അവന്റെ മനസ്സ് വിറങ്ങലിക്കുമേ, മനസ്സ് പൊട്ടിക്കരയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് കരയുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ വമൻ നദാമതു യാ റസൂലല്ലാഹ് വമാ നദാമതുഹു യാ ഹബീബല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എന്തിനാണ് അവൻ കരയുന്നത് റസൂലേ? എന്തിനാണ് അവൻ പ്രയാസപ്പെടുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാ യസ്താദ, അവൻ ചെയ്തതാകുന്ന അമലുകളെ അവൻ ഖബറിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഖബറിലേതാകുന്ന ഹിസാബുകൾ നേരിടാൻ പ്രായോഗികമാണോ, അവിടെ എനിക്ക് കൂലി കിട്ടുമോ അവൻ ചേർത്ത് നോക്കുമ്പോൾ നാളെ മഹ്ശറയിലെ ഹിസാബിടപ്പെടുന്നതാകുന്ന രംഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവിടെയുള്ളതാകുന്ന വിചാരണ ഘട്ടത്തിൽ ഞാൻ ഈ ചെയ്തതാകുന്ന നന്മകൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അവൻ ആ കോടതിയിലെ ഹിസാബിലേക്ക് ചെറുക്കുമ്പോ ഇവൻ ചെയ്തത് കുറവാണ്, ഞാൻ ചെയ്തത് വളരെ കുറവാണ് അല്ലാഹ്. അത് ചിന്തിച്ചുകൊണ്ട് അവൻ കരയും, അല്ലാ യസ്താദ
ജീവിതത്തിൽ അമലുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ, നമസ്കാരം കുറഞ്ഞു പോയല്ലോ അല്ലാ, നോമ്പുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് ആ റമളാൻ കൊണ്ട് ഞാൻ എന്റെ ആഖിറത്തെ രക്ഷപ്പെടുത്തിയില്ലല്ലോ അല്ലാ. റമളാനിലെ നോമ്പുകൾ ഞാൻ കളഞ്ഞു കുടിച്ചല്ലോ റബ്ബേ. ആ റമളാൻ ഒഴിച്ച മറ്റൊരു നോമ്പുകൾ പോലും ഞാൻ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലാ. എത്രയെത്ര സുന്നത്ത് നോമ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാ മാസത്തിലും അറബി മാസം 13, 14, 15 നിനക്ക് സുന്നത്തായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലയോ? തിങ്കളും വ്യാഴവും സുന്നത്തായി പഠിപ്പിച്ചില്ലയോ? 27, 28, 29 അയ്യാമുസ്സൂദി എന്ന പേരിലും പഠിപ്പിച്ചില്ലയോ? അതെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് കളഞ്ഞു കുടിച്ചില്ലയോ? റജബിന്റെ നോമ്പിന് തെളിവ് ചോദിച്ചുകൊണ്ട് നടന്നില്ലയോ? ശഅബാനിന്റെ നോമ്പിന്റെ ഹദീസ് ലൈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാകുന്ന സമൂഹമല്ലയോ? ഒരു അമൽ പോലും ജീവിതത്തിൽ ചെയ്യാത്തവനാണ്. ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ടതായി ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞിട്ട് ആ വാക്കുകൾ മുഴുവനും തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവനല്ലയോ? സ്വന്തമായി മുജ്തഹിദായി ജീവിതത്തിൽ പ്രഖ്യാപിച്ചവനല്ലയോ? നമസ്കാരങ്ങൾ ചിട്ടയില്ല, നോമ്പുകൾ ചിട്ടയില്ല, നോമ്പുകൾക്ക് ശ്രദ്ധ പതിപ്പിച്ചുമില്ല, എല്ലാത്തിനും തെളിവ് ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ ബദ്ധവൈരിയായി നടന്നില്ലയോ? ഇതാ നീ ആഖിറത്തിൽ ഖേദിക്കുന്നവനാണ്, ഇതാ നീ മഹ്ശറയിൽ ഖേദിക്കുന്നവനാണ്, ഇതാ നീ 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ വളരെയേറെ വ്യസനിക്കുന്നതാ. അല്ല അല്ല, റസൂലുള്ള പറയുന്നു, മരിക്കുന്ന വേളയിൽ നീ പൊട്ടിക്കരയുന്നതാണ്. മാമിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമാ. മുഅ്മിനേ, മുഅ്മിനത്തേ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും കരയുമേ കരയുമേ, മരിക്കുന്ന വേളയിൽ ഹൃദയം നൊമ്പരപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമല് കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കരയും. മോമിനിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. മോമിൻ കരയുമെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന്റെ അർത്ഥം മുനാഫിക്കും കാഫിറും കരയൂല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ കരയുന്നില്ലല്ലോ ഉസ്താദ്. വാപ്പ മരിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന കുടുംബാതിൽ മരണപ്പെട്ടപ്പോൾ അടുത്തുണ്ട്, ഒരു കരച്ചിലും ഇല്ലായിരുന്നു, അവരുടെ മനസ്സിലൊന്നും ഒരു വിഷമോ ഇല്ലായിരുന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ, അവര് കരയുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ. മോമിനായ മനുഷ്യൻ കരയുക ആഖിറത്തിലേതാകുന്ന ഹിസാബിടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ച്, ഖബറിനെ കുറിച്ച് ചിന്തിച്ച്, ഈ ഭൗതിക ലോകത്ത് ഈ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയും. എത്രയോ ആളുകൾ ഇന്ന് ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ 2 ധ്രുവങ്ങളിലാണ്. കിടക്കയിൽ തന്നെ മാറിക്കിടക്കുകയാണ്. സ്വന്തം കുടുംബങ്ങൾ തന്നെ ശൈഥല്യമാണ്. ആരാണിത് പഠിപ്പിച്ചത്? പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന തിരിച്ചറിയാണോ? വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം റാഹത്തായി കുടുംബജീവിതം നയിക്കുന്നതാകുന്ന ആളുകൾ 2-3 മാസം കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ 2 പേരും കിടക്കയിൽ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പിന്നീട് 2 കട്ടിലിട്ടുകൊണ്ട് ഒരേ റൂമിൽ തന്നെ മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. വർഷങ്ങൾ കഴിയേണ്ടതില്ല. ഭർത്താവ് മറ്റൊരു റൂമിൽ, ഭാര്യ മറ്റൊരു റൂമിലൂടെ കടക്കുക. ആരാണ് പഠിപ്പിച്ചത്? സഹോദര സഹോദരി, 2 പേർക്കും ഇടയിലുള്ള സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ വരികയല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ. പരിശുദ്ധ പ്രവാചകന്റെ ജീവിതമെന്ന് പഠിക്കണേ പെങ്ങളെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതാകുന്ന സർവരും, ആ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ടതാകുന്ന ജീവിതമാണ് ജീവിതമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമായ ജീവിതം. 63 വയസ്സ് വരെ പ്രവാചകർ ജീവിച്ചുവല്ലോ. 23 വർഷക്കാലം പരിശുദ്ധമായ ദീനീ പ്രബോധന മേഖലയിൽ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ്. തന്റെ 25-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതായ പരിശുദ്ധ പ്രവാചകർ 63-ാമത്തെ വയസ്സിൽ തന്റെ രോഗശയ്യയിൽ കിടക്കുന്ന വേളയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ
റബീഉൽ അവ്വലിന്റെ പിറ വരുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അനുവാദം നൽകിയാൽ എന്റെ അവസാനം ഞാൻ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ജീവിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ആയിഷയോടൊപ്പമാണ്. എല്ലാ ഭാര്യമാരും അനുവാദം കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ള സന്തോഷമുള്ള ജീവിതം നയിക്കുകയാണ്. എല്ലാ ഭാര്യമാർക്കും ഊഴം നിശ്ചയിച്ചു കൊടുത്തിരുന്ന പ്രവാചകൻ തന്റെ അവസാനത്തെ ഘട്ടം കടന്നു വന്നപ്പോ മറ്റുള്ള ഭാര്യമാരോട് അനുവാദം ചോദിക്കുകയാണ്. എത്ര വലിയ മാന്യതയാണ് കുടുംബ ജീവിതത്തിൽ റസൂലുള്ള കാണിക്കുന്നത്, വൈവാഹിക ജീവിതത്തിൽ ലോകത്തിന് പഠിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദമില്ലാതെ പോയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ഹിസാബും റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വരികയില്ല. കാരണം അത്രമേൽ കൃത്യമായി വൈവാഹിക ജീവിതം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ്. എന്നിട്ട് പോലും പരിശുദ്ധ പ്രവാചകൻ അനുവാദം ചോദിക്കുകയാണ്. കാരണം കടമയും കർത്തവ്യവും പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. നാളെ ഇതിന്റെ പേരിൽ ഖബറിൽ മുഹമ്മദിനെ ചോദ്യം ചെയ്യപ്പെടരുത്, ഇതിന്റെ പേരിൽ നാളെ ഹിസാബ് ഇടപെടരുത്, ഇതിന്റെ പേരിൽ നാളെ മഖാമു മഹ്മൂദ് തടയപ്പെടരുത്, ഇതിന്റെ പേരിൽ ശഫാഅത്ത് എനിക്ക് ഉപേക്ഷിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരോട് ആ കടമ ചോദിക്കുകയാണ്, കർത്തവ്യം നിർവഹിക്കുകയാണ്. എല്ലാവരും പരിപൂർണമായി സമ്മതം മൂളി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത ആനന്ദമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെയാണ് എന്റെ ജീവിത സഖിയായി കിട്ടിയിട്ടുള്ളത്. ആ പ്രവാചകരോടൊപ്പമുള്ള അവസാനത്തെ നിമിഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ളതാകുന്ന ജീവിതം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ജീവിതം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എത്ര വലിയ സന്തോഷകരമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായി തീർന്നിട്ടുള്ളത്. അവസാനം ആ പരിശുദ്ധ പ്രവാചകൻ എന്റെ നെഞ്ചിന്റെയും എന്റെ തൊടയുടെയും ഇടയിൽ എന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ടാണ് വഫാത്തായത്. എത്ര വലിയ വാക്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധമായ മദീന പള്ളിയിലെ മിമ്പറിൽ ചാരി വെച്ചുകൊണ്ട് തല ചാരിച്ചു വെച്ചുകൊണ്ട് മരണപ്പെടാം. പരിശുദ്ധമാക്കപ്പെട്ടതായ റൗളയിൽ അല്ലാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ വഫാത്താകാം. പരിശുദ്ധ പ്രവാചകൻ വഫാത്തായി തിരഞ്ഞെടുത്തതാകുന്ന സ്ഥലം ഏതൊരു സ്ഥലമാണ് പെങ്ങളെ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. ഒരു ചെറിയ പ്രശ്നത്തിന്റെ മേലെ ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിക്കുന്നതാകുന്ന സമൂഹം. കരുനാഗപ്പള്ളിയിലെ എത്രയെത്ര കേസുകളാണ് ഇന്നും മഹല്ലത്തുകൾ കെട്ടിക്കിടക്കുന്നത്. എത്രയോ മഹല്ലത്തുകളിൽ പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോ ഭാര്യയും ഭർത്താവും പിണക്കം വെക്കുന്നതായ ആളുകൾ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകൻ നീണ്ടതാകുന്ന വർഷങ്ങൾക്ക് അവസാനം 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന സമയത്ത് തന്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം അനുവാദം ചോദിച്ചുകൊണ്ട് പിടിക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കടന്ന് ലോകത്തിന് മുഴുവനും വലിയതാകുന്ന വൈവാഹിക ജീവിതത്തിന്റെ മകുടോദാഹരണം തീർത്തതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സാധിക്കുമോ മുസ്ലിമേ? നമുക്ക് സാധിക്കുമോ പെങ്ങളെ? നമുക്കതിനു വേണ്ടി കഴിയണം. നമ്മുടെ കുടുംബ ജീവിതം അത്തരത്തിലായി മാറണം. വൈവാഹിക ജീവിതത്തിലൂടെയുള്ളൂ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ സംശുദ്ധത അവിടെ മുതൽ കടന്നു വരൽ അനിവാര്യമാണ്. ഇന്ന് നമ്മൾ പലരും മോശപ്പെട്ടതാകുന്ന ശൈലിയാണ്. ഈ സമൂഹത്തിൽ അറിയപ്പെടണം, അതിനെന്റെ മകളുടെ കല്യാണം കാരണമാകണം, അതിനേറ്റവും വില കൂടിയതാകുന്ന ഓഡിറ്റോറിയം, ദിവസത്തിന് മണിക്കൂറിന് പറയുന്നതാകുന്ന സ്ഥലം ബുക്ക് ചെയ്യണം. ആരാണ് മുസ്ലിമേ നിനക്ക് പണം നൽകിയത്? ആരാണ് നിനക്ക് അധികാരത്തിന്റെ പരമോന്നത പദവി നൽകിയത്? ഒരു കാലഘട്ടത്തിൽ മുച്ചക്ര വാഹനം ഊട്ടിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലൂടെ നടന്നവനല്ലയോ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് നിന്റെ കൈകളിലേക്ക് നൽകിയപ്പോ ആ അല്ലാഹുവിനെ മറക്കുകയാണോ? ജഗന്നിയന്താവിനെ മറക്കുകയാണോ? മകന്റെയും മക്കളുടെയും കല്യാണം നാട്ടുകാരെയും പണക്കാരെയും ധനികരെയും വിളിച്ചു വരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന ഉലമാക്കളെ, പാവപ്പെട്ടതാകുന്ന പട്ടിണി പാവങ്ങളെ, നാട്ടിലുള്ളതാകുന്ന സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ കല്യാണത്തിന് ക്ഷണിക്കാതെ ആർഭാടം നടത്തുന്ന മുസ്ലിമേ, കൂത്തരങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിമേ, ഗാനമേള ട്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന മുസ്ലിമേ, അർദ്ധനഗ്ന
നഗ്നയാകുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് വേശ്യാവൃത്തി പോലെ ഉള്ളതാകുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ നടത്തി ജനങ്ങളെ പുളകം കൊള്ളിക്കുന്നതാകുന്ന യുവാക്കളെ പഠിച്ചു വെക്കണേ. ഹിസാബിടുകയില്ലയോ, ആഖിറത്തിൽ വലിയതാകുന്ന ഹിസാബല്ലയോ? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? വൈവാഹിക ജീവിതം ശാശ്വതമാകാത്തത് എന്തുകൊണ്ടാണ്? ആഖിറത്തിലേക്ക് മക്കൾ ഉപയോഗപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറയാൻ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, വാപ്പാ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കൾ വന്നുകൊണ്ട് ഖബറിങ്കൽ സലാം പറയാത്തത് എന്താണ്? വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം ഒരു കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയെ പുളകം പൊളിയിച്ച കല്യാണമാണ്, വലിയ ഗംഗേമമാണ്. ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കേവലം 20,000-ഓ 50,000-ഓ വാടക കൊടുത്താൽ കിട്ടുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രവിശാലമായ ഓഡിറ്റോറിയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ വലിയതാകുന്ന പന്തലിടുകയാണ്. ആ പന്തലിൽ വലിയതാകുന്ന മന്താപ്പുകൾ ഉണ്ടാക്കുകയാണ്, വലിയതാകുന്ന ആർഭാട സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. തന്റെ മുറ്റം നിറയെ വലിയ പന്തലിടുകയാണ്. കോടികൾ വിലമതിക്കുന്നതാകുന്ന ആർഭാടങ്ങൾ കൊണ്ടുവന്ന് ദൂർത്തടിക്കുകയാണ്. എത്രയോ ഭക്ഷണങ്ങളാണ് കുഴിച്ചു മൂടുന്നത്. തൊട്ടപ്പുറത്ത് നിന്റെ അയൽവാസിയാകുന്ന അന്യമതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ വയറ് നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം സദസ്സുകൾ കിട്ടുമ്പോ, രാഷ്ട്രീയത്തിന്റെ ആകട്ടെ സമുദായത്തിന്റെ ആകട്ടെ സദസ്സുകൾ കിട്ടുമ്പോ കേറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അത്തരത്തിലുള്ളതാകുന്ന സമുദായത്തിന്റെ നേതൃത്വം വലിയതാകുന്ന ആത്മീയതാകുന്ന പ്രഭയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തൊപ്പിവെച്ചുകൊണ്ട് നെറ്റിയിൽ തഴമ്പുള്ളതാകുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ കുഫിരിയത്തിന്റെ അഖിലുകാരുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിമീങ്ങളായി മാറിയില്ലയോ? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഹിസാബിടപ്പെടുകയാണ്. മക്കൾ വഴിവഴയ്ക്കുകയാണ്. വാപ്പ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഈ ദുനിയാവിലും പ്രയോജനപ്പെടുന്നില്ല, ഖബറിന്റെ സമീപത്തേക്ക് വരുന്നില്ല, ആഖിറത്തിലും പ്രയോജനവുമില്ല. സമ്പത്ത് മാത്രം മക്കൾ കൊണ്ടുപോവുകയാണ്, വാപ്പയുടെ സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോകുകയാ. ഞാൻ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി പറയുന്നു, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. മോശപ്പെട്ട ആർഭാടങ്ങൾ കുറയ്ക്കണേ. എന്തേ മുസ്ലിമേ പള്ളി നമ്മൾ തെരഞ്ഞെടുക്കാത്തത്? വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് നിക്കാഹിനെ തെരഞ്ഞെടുക്കാത്തത്? അൽഹംദുലില്ലാഹ് 100 കണക്കിന് ആളുകൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ കരുനാഗപ്പള്ളിയിലെ സെൻട്രൽ പള്ളിയിലെ മെമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് വിശ്വാസികൾ വെള്ളിയാഴ്ച ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം റാഹത്തായി നടത്തുന്നവരുണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അന്യ സമുദായത്തിലെ ആളുകൾ വലിയ സംഭവമായി കാണിക്കുന്നതാകുന്ന ആഴ്ചകളിൽ, അത്തരത്തിലുള്ള ദിവസങ്ങളിൽ, അവരുടേതാകുന്ന പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നതാകുന്ന ദിവസങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി തുനിയുന്നവരെ, പള്ളി മാറ്റിയിട്ട് കമ്പോളം തിരഞ്ഞെടുക്കുന്നവരെ, അള്ളാഹുവിന് ദേഷ്യമുള്ള സ്ഥലമല്ലയോ പള്ളിയല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം. എങ്ങനെയാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? നിന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാകുന്ന നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിന്റെ തുടക്കം തന്നെ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽക്കൊന്ന് ശ്രദ്ധിക്കണേ. വൈകാരിക ജീവിതം റാഹത്താകുമേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. വഹിയ തബ്കീ ബുകാഅൻ ശദീദാ, അതിശക്തമായ കരഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മാ യുബ്കീക യാ ഫാത്തിമ, മാ യുബ്കീക യാ ഫാത്തിമ, ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത് ഫാത്തിമ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്,
ഇന്നി ഖദ് ജുഫ്തു ലി അലിയൻ നംസി. അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട പിതാവേ, ഇന്നലെ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവാകുന്ന അലിയാർ തങ്ങളുമായ ഒരു ചെറിയ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ പിണക്കമുണ്ടായി പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തുണ്ടായി ഫാത്തിമ? പറയണേ ഫാത്തിമ. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി. കാരണം ഒരു പിതാവിനറിയാം 18 വയസ്സല്ലെങ്കിൽ 20 വയസ്സ് വരെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കി മാന്യമായ നിലയിൽ നല്ല രീതിയിൽ കെട്ടിച്ചേക്കുന്ന ഒരു ഭർത്താവിന്, ഒരു പ്രിയപ്പെട്ടതാകുന്ന പിതാവിന് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പീഡനങ്ങൾ ഉണ്ടായെന്നറിഞ്ഞാൽ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായെന്നറിഞ്ഞാൽ, അതിലൂടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ആകാംക്ഷയാണ്, ത്വരാക്ക് സംഭവിച്ചോ എന്നുള്ള ആകാംക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തുണ്ടായി ഫാത്തിമ? പഠിച്ചു വെക്കണേ സഹോദരിമാരെ, പെങ്ങളെ. എന്റെ ഭർത്താവിന് ആനയുണ്ട്, എന്റെ ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയ്ക്ക് വലിയതാകുന്ന സമ്പത്തുണ്ട്, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് കടകളുണ്ട്, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് ഏക്കർ കണക്കിന് ഭൂസ്വത്തുണ്ട്, എന്റെ ഉപ്പ ഇതാ പ്രവാസ ലോകത്ത് വലിയതാകുന്ന മാളുകൾ പണിതിട്ട് അതിലൂടെയുള്ളതാകുന്ന വരുമാന സ്രോതസ്സിലൂടെ റാഹത്തായി ഞങ്ങൾ ജീവിതം നയിക്കുന്നവരാണ്. ഉപ്പയ്ക്ക് ഒറ്റ ഓളാണ്, ഞാൻ തിരിച്ച് കയറി ചെന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നൊക്കെ അഹന്ത വെച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു സൗന്ദര്യത്തിൽ കുറവുള്ളവളായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളാ. വേണമെങ്കിൽ റസൂലുള്ളാഹിയോട് ചെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ അലിയാരി എന്ന് പറയുന്ന കർഷകനെ ഒന്ന് ഒഴിവാക്കി തരുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഒഴിവാക്കി കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതിനേക്കാൾ സുന്ദരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് കിറാമിനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ആ രീതിയിൽ പോകാൻ തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ കരുതിയിട്ടില്ല. കാരണം ഇത് റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ കഷ്ടമാണ്. ഫാത്തിമ ബദഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് കടന്നു വന്നതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ആ നൂറാനിയത്തിന്റെ പ്രഭ കാണിക്കാതിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, റസൂലേ, എന്റെ ഭർത്താവ് എന്നോട് പിണക്കം വെച്ചപ്പോൾ എന്റെ ഭർത്താവിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റുവട്ടം 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്തു റസൂലേ, 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്തു റസൂലേ. വഖുൽതു, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇർലാനി യാ ഹബീബി, ഇർലാനി യാ ഹബീബി, എന്റെ ഭർത്താവേ, നിങ്ങൾ പൊരുത്തപ്പെടണേ പ്രിയതമാ, പൊരുത്തപ്പെടണേ, പൊരുത്തപ്പെടണേ. അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ ശ്രമിച്ചു വന്ന് ആയി ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, എന്നിട്ടോ ഫാത്തിമ എന്തുണ്ടായി? പറയൂ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഭർത്താവിരിക്കുന്നതാകുന്ന കസേരയ്ക്ക് ചുറ്റുവട്ടം 72 പ്രാവശ്യം, ഒന്നല്ല 10 അല്ല 72 പ്രാവശ്യം ഭർത്താവിരിക്കുന്ന കസേരയ്ക്ക് ചുറ്റും ഞാൻ തവാഫ് ചെയ്ത് അദ്ദേഹത്തെ വലയം ചെയ്തിട്ട് പൊരുത്തപ്പെടണേ പ്രിയതമാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അദ്ദേഹം എനിക്ക് പൊരുത്തപ്പെട്ടു തന്നത്, അദ്ദേഹം എനിക്ക് പൊരുത്തപ്പെട്ടു തന്നത്, അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന വാക്യം ഒന്ന് പഠിച്ചു വെക്കണേ ഉമ്മമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് കുറഞ്ഞ ദിവസം കൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്ന പെങ്ങൾമാരെ, 4 പ്രസവിച്ചതാകുന്ന സഹോദരിമാരടക്കം കരുനാഗപ്പള്ളിയിൽ നിന്ന് അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവൾ കന്യരാകുന്ന ചെറുപ്പക്കാരുമായി ഒളിച്ചോടിപ്പോയ സഹോദരിമാരില്ലയോ? പഠിച്ചു വെക്കണേ പെങ്ങളെ. സ്വന്തം
സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് ഒളിച്ചോടാ തയ്യാറെടുക്കുന്ന സഹോദരിമാരെ പഠിച്ചു വെക്കണേ. ഫാത്തിമ ബീവി ആരാണ്? എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് സ്വർഗ്ഗം അല്ലാഹു നൽകിയത്? സംശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളെന്ന് പറഞ്ഞിട്ട് ബഹുമാൻ മഹദി അവറുകൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ സമുന്നതമായ പദവി അല്ലാഹു നൽകുന്നില്ല. സ്വർഗ്ഗത്തിൻ്റെതാകുന്ന കവാടത്തിൽ കാത്തു നിൽക്കുന്ന 4 ഹൂർലിങ്ങളുണ്ടത്രേ, 4 സ്ത്രീകളുണ്ടത്രേ. ആ സ്വർഗീയ സ്ത്രീകളിൽ പെട്ട മകളെയാണ് ബീവി ഫാത്തിമ. പഠിച്ചു വെക്കണേ സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ് അത്രയേറെ സംശുദ്ധത അല്ലാഹു കൈവരിക്കാൻ സാധിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായതുകൊണ്ട് മാത്രമല്ല, ആ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതം ഒപ്പിയെടുക്കുകയായിരുന്നു, പരിപൂർണമായി ഇത്തിബാ ചെയ്യുകയായിരുന്നു. കേവലം ഒരു പറച്ചിൽ മാത്രമല്ല, നീ പഠിക്കേണ്ടത് നിന്റെ വാപ്പയെയും നിന്റെ ഉമ്മയെയും മാതൃകയാക്കിയിട്ടാണ്. വർഷങ്ങൾ 40ഉം 50ഉം കഴിഞ്ഞില്ലയോ, ഈ കരുനാഗപ്പള്ളിയിലെ ഒരു കടയിലും കമ്പോളത്തിലും ഒരു ബീച്ച് റോഡുകളിലും അവർ കറങ്ങി നടന്നിട്ടില്ല. എത്ര സംശുദ്ധമായ ജീവിതമാണ് ഈ ഇരിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും നമുക്ക് സമ്മാനിച്ചത്. അവരെ പറയിപ്പിക്കാൻ ഇന്ന് ക്യാമ്പസുകൾ പ്രണയിച്ച് നടക്കുന്നു, അവരെ പറയിപ്പിക്കാൻ ബീച്ച് റോഡുകൾ പ്രണയിച്ച് നടക്കുന്നു, അവരെ പറയിപ്പിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡുകളും റോഡരികളിലും ഇരുന്നുകൊണ്ട് പരസ്യമായി ചുംബനങ്ങൾ ഏർപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബിനെ ഭയക്കാത്തവരല്ലയോ? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകുമ്പോ അത് തകരാതിരിക്കുന്നത് എങ്ങനെയാണ്? വൈവാഹിക ജീവിതത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന സമൂഹമല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി ഈ വർത്തമാനം പറഞ്ഞപ്പോ ഭർത്താവ് പൊരുത്തപ്പെട്ടു റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ്, കാതിൽ പറയുകയാണ് റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫാത്തിമ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫാത്തിമ, ഇന്നലെ എങ്ങാനും നീ മരിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭർത്താവുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന വേളയിൽ ഫില്ലൈലത്തിൽ ബാരിഹ, ഇന്നലത്തതാകുന്ന വൈകുന്നേരത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവുമായി നീ പിണക്കം വെച്ചതാകുന്ന സമയത്തെങ്ങാനും നീ മരിച്ചിരുന്നുവെങ്കിൽ മാ സല്ലൈതു അലൈഹി, നിന്റെ മേലെ മുഹമ്മദ് മയ്യിത്ത് നിസ്കരിക്കില്ലായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് പെങ്ങളെ? ആരോടാണ് പറയുന്നത് സഹോദരിമാരെ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഒരു വേള പ്രവാചകനാണ് പറഞ്ഞത്, ഇതെന്റെ കരളിന്റെ കഷ്ടമാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഇതെന്റെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. എന്തെല്ലാം പറയാമോ? കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താനിരിക്കുന്ന കസേരയിൽ കൈമുത്തി പിടിച്ചിരുത്തിയിരുന്ന റസൂല് തന്റെ പ്രിയപ്പെട്ട മകളുടെ കാതിൽ പറയുകയാണ്, ഫവല്ലാഹി ലൗ മിത്യാ ഫാത്തിമ ഫില്ലൈലത്തിൽ ബാരിഹ, ഇന്നലത്തെ വൈകുന്നേരം എങ്ങാനും നിന്റെ ഭർത്താവാകുന്ന കർഷകനായ പാവപ്പെട്ടവനാകുന്ന അലിയാരുമായിട്ട് പിണങ്ങി കഴിഞ്ഞിരുന്ന വേളയിൽ എങ്ങാനും നീ മരിച്ചിരുന്നെങ്കിൽ മാ സല്ലൈതു അലൈകി യാ ഫാത്തിമ, നിന്റെ മേലെ മുഹമ്മദ് മയ്യിത്ത് നിസ്കരിക്കില്ലായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി ലോകത്തോട് പറയുകയാണ്, ഫാത്തിമയെ സാക്ഷി നിർത്തി പഠിച്ചു വെക്കണേ. കരുനാഗപ്പള്ളിയിലുള്ള ഓരോ ഉമ്മമാരുടെയും ഓരോ സഹോദരിമാരുടെയും ഹൃദയാന്തരങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് താലോലിക്കേണ്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ് നിന്റെ മയ്യിത്ത് നിസ്കരിക്കില്ല എന്ന് പറയാൻ കാരണം, വൈന്നരില്ലാഹി അലാ സൗജി വസുഖത്തല്ലാഹി അലാ സുഖത്തി സൗജി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ സംതൃപ്തി ആർക്കെന്നറിയുമോ? ആർക്കെന്നറിയുമോ പെങ്ങളെ? ഭർത്താവിന്റെ സംതൃപ്തി ഉള്ളവൾക്കാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി.
വസുഖതല്ലാഹി അലാ സുഖതി സൗജി. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ കോപം ആർക്കെന്നറിയുമോ? സ്വന്തം ഭർത്താവ് ആരുടെ മേലാണോ കോപിച്ചത് ആ പെണ്ണിന്റെ മേലാണ് അല്ലാഹുവിന്റെ കോപമുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഭർത്താവ് പിണങ്ങിയോ ഭാര്യ പിണങ്ങിയോ അതല്ല വിഷയം, എത്രയും പെട്ടെന്ന് പോയി പൊരുത്തപ്പെടിക്കണേ. ആരാണോ ആദ്യം കടന്നു ചെന്നുകൊണ്ട് സലാം പറയുന്നത് അവന് സ്വർഗം പുൽകിപ്പോയെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചെറിയ കാര്യമല്ല, നിസ്സാര വിഷയമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ ഈ ചരിത്രങ്ങൾ പറഞ്ഞു പോയതാണ്, മറ്റൊന്നും കൊണ്ടല്ല.